it's me, Shabina teacher. I am taking business research methods. നമ്മൾ മുൻപ് കാണാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. COVID-19 എന്ന മഹാമാരി നമ്മളെ ഈ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നയിച്ചിരിക്കുകയാണ്. എങ്കിലും സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ലാത്ത പഴയൊരു കാലഘട്ടം നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ക്ലാസ് തുടങ്ങാം. ബിസിനസ് റിസർച്ച് മെത്തേഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ഫൗണ്ടേഷൻ ആണ് ഞാനിവിടെ എടുക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ടോപ്പിക് റിസർച്ച്. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ റിസർച്ച്? റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് ഗാദറിംഗ് ഓഫ് നോളജ്, ഇന്റൻസീവ് സ്റ്റഡി ഓഫ് നോളജ്. തീവ്രമായ അറിവിന്റെ അന്വേഷണമാണ് റിസർച്ച്. റെഡ്മാനും AVH മോറിയും റിസർച്ചിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ സിസ്റ്റമാറ്റിസൈഡ് എഫേർട്സ് ടു ഗെയിൻ നോളജ് എന്നാണ്. ഒരു ചിട്ടയായ എഫേർട്ട് എന്തിനു വേണ്ടി? നോളജ് അറ്റൈൻമെന്റിന് വേണ്ടി. അതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് എന്ന് പറയുന്നത് ഒരുപാട് സെക്ടേഴ്സിലുണ്ട്. മ്യൂസിക്കിൽ, ലാംഗ്വേജസിൽ, അതുപോലെ തന്നെ പൊളിറ്റിക്സിൽ എല്ലാം റിസർച്ച് ഉണ്ട്. ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ചും നമുക്ക് റിസർച്ച് നടത്താം. PhD എടുക്കുക എന്നുള്ളതൊക്കെ റിസർച്ചിന്റെ ഭാഗമായി മാത്രം കിട്ടുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് ഒരു ജനറൽ ടോപ്പിക്കാണ്. എന്നാൽ അത് ബിസിനസ് റിസർച്ചിലേക്ക് മാറുമ്പോൾ ആ ജനറലിൽ നിന്ന് പർട്ടിക്കുലറിലേക്ക് അത് മാറുന്നു. ബിസിനസ് റിസർച്ച് എന്താണെന്നാണ് അടുത്തത്. വാട്ട് ഈസ് ബിസിനസ് റിസർച്ച്? Business research is a systematic study of problems encountered by the organization with the view to find the solutions in the interest of stakeholders. സ്റ്റേക്ക്ഹോൾഡേഴ്സിന്റെ താല്പര്യത്തോടു കൂടി ബിസിനസ്സിനെ എൻകൗണ്ടർ ചെയ്യുന്ന പ്രോബ്ലംസിനെ കണ്ടെത്തി അതിന്റെ സൊല്യൂഷൻസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. അങ്ങനെയാവുമ്പോൾ ബിസിനസ് റിസർച്ച് എന്തായി? പർട്ടിക്കുലറിലായി. ജനറലിൽ നിന്ന് റിസർച്ച് എന്ന് പറയുന്നത് ജനറലാണ്. ആ ജനറലിൽ നിന്ന് ബിസിനസ് റിസർച്ച് എന്ന പർട്ടിക്കുലർ ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തുകയാണ്. ബിസിനസ് റിസർച്ചിന് ആ റിസർച്ചുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ബിസിനസിന്റെ പ്രോബ്ലംസ് കണ്ടെത്തലാണ്. അതും സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ആ ബിസിനസിന്റെ പ്രോബ്ലംസ് കണ്ടെത്തുന്നത്. അപ്പോൾ ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് നമുക്കറിയാം. Who is the stakeholders? Do you studied about the stakeholders? Yes, you studied the previous classes. Then I will tell you the stakeholders. The stakeholders are two types: internal stakeholders and external stakeholders. Internal stakeholders കമ്പനിക്കുള്ളിലുള്ളവരാണ്, within the companies. അതായത് ഓണേഴ്സ്, managers, employees. These are all internal stakeholders. Then the external stakeholders. External stakeholders നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നുണ്ടായിരിക്കും. External stakeholders ആണ് outside of the companies. കമ്പനിയിലെ ഔട്ട്സൈഡിലുള്ളതാണ് outsiders of the companies. That is external stakeholders. Creditors, suppliers, government, society. These are all external stakeholders. Shareholders ഇതും external stakeholdersൽ പെടുന്നതാണ്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ടു ടൈപ്സ് ആണ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഈ ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ഇൻട്രസ്റ്റ് പ്രകാരം ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ കണ്ടെത്തി അതിനെ സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. എന്താണ് ബിസിനസിന്റെ ഫീച്ചേഴ്സ്? ഫസ്റ്റ് വൺ, പ്രോസസ് ബൗണ്ട്. ബിസിനസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സുകളാണ്, ഒരുപാട് പ്രോസസ്സാണ്. അതേപോലെ തന്നെ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് പ്രോസസ്സാണ്. സോ മെനി പ്രോസസ്സസ് ആർ ദർ, സോ മെനി ആക്ടിവിറ്റീസ് ആർ ദർ. ഡാറ്റ കളക്ഷൻ, ഫൈൻഡ് ഔട്ട് ദ പ്രോബ്ലംസ്, സൊല്യൂഷൻസ്, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, ഇങ്ങനെ പറയുന്ന ഒരുപാട് പ്രോസസ്സ് ഉള്ളതാണ്. അപ്പോൾ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് പ്രോസസ് ബൗണ്ടാണ്. ദെൻ നെക്സ്റ്റ് ആണ് ഓബ്ജക്റ്റ് ഓറിയന്റഡ്, ഒബ്ജക്റ്റീവ് ഓറിയന്റഡ്.
ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഒരു എയിമാണ്, പ്രോഫിറ്റ് എന്ന് പറയുന്ന എയിം. ആ പ്രോഫിറ്റ് എന്ന് പറയുന്ന എയിം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ബിസിനസിന്റെ പ്രോബ്ലംസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, ആ പ്രോഫിറ്റ് നേടിയെടുക്കാനുള്ള എയിം അക്കോംപ്ലിഷ് ചെയ്യാൻ തടസ്സമായിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, അതും ഒരു ലക്ഷ്യം തന്നെയല്ലേ, ആ ലക്ഷ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബിസിനസ് റിസർച്ച്. നെക്സ്റ്റ്, എൻവയോൺമെന്റൽ കൺസിഡറേഷൻസ്. ബിസിനസ് റിസർച്ച് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന എൻവയോൺമെന്റിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ് വളരെയധികം നന്നായി തന്നെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അതൊരു എൻവയോൺമെന്റൽ കൺസിഡറേഷൻസ് ഉള്ളതാണ് എന്ന് പറയും. Then next topic ആണ് empowerment of management. The findings of the business research help the managers empowerment for the decision making. Decision makingൽ എംപവർ ചെയ്യാൻ, മാനേജേഴ്സിനെ എംപവർ ചെയ്യാൻ എന്തിന് കഴിയുന്നുണ്ട്? ബിസിനസ് റിസർച്ചിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് കസ്റ്റമർ ഓറിയന്റഡ് ആണ്. കസ്റ്റമർ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ ബാക്ക് ബോൺ ഓഫ് ദ ബിസിനസ് ആണ് ആര്? കസ്റ്റമേഴ്സ്. ആ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് നോക്കുന്നതിൽ ബിസിനസ് റിസർച്ച് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷനിലാണ്. ബിസിനസ് റിസർച്ച് അസ്യൂംസ് ലോക്കൽ, ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ഡയമെൻഷൻസ്. ബിസിനസ് റിസർച്ച് പ്രോസസ് ബൗണ്ട് ആണ്, ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആണ്, എൻവയോൺമെന്റൽ കൺസിഡറേഷൻസ് ഉണ്ട്, എംപവർമെന്റ് ഓഫ് മാനേജേഴ്സ് ആണ്, കസ്റ്റമർ ഓറിയന്റഡ് ആണ്, അതുപോലെ തന്നെ എന്തുമാണ്? മൾട്ടി ഡയമെൻഷനുമാണ്. ഇനിയും ഫീച്ചേഴ്സ് ഉണ്ട്. ആൻസറിങ് അൺസോൾവ്ഡ് പ്രോബ്ലംസ്. ബിസിനസ്സിലെ എന്തെങ്കിലും അൺസോൾവ്ഡ് ആയിട്ടുള്ള, സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്? ബിസിനസ് റിസർച്ച് നമ്മെ സഹായിക്കുന്നുണ്ട്. അതുപോലെ യൂസ് ഓഫ് ഇന്റർനെറ്റ്. ബിസിനസ് റിസർച്ചിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഓൺലൈൻ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ വളരെയധികം നല്ല രീതിയിലുള്ള ഒരു ഓൺലൈൻ യൂസേജ് എന്തിൽ നടക്കുന്നുണ്ട്? ബിസിനസ് റിസർച്ചിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ബിസിനസ് റിസർച്ചിന്റെ ഫീച്ചേഴ്സ്. പ്രോസസ് ബൗണ്ട് ആണ്, ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആണ്, എൻവയോൺമെന്റൽ കൺസിഡറേഷൻസ് ഉണ്ട്, മാനേജേഴ്സിനെ എംപവർ ചെയ്യുന്നു, കസ്റ്റമർ ഓറിയന്റഡ് ആണ്, ആൻസറിങ് ദ അൺസോൾവ്ഡ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ മൾട്ടി ഡയമെൻഷനിലാണ്, ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റങ്ങൾക്കനുസരിച്ച് ഏതെല്ലാം മാറ്റങ്ങൾ വരുത്തണം. അതിനൊരു ഉദാഹരണമാണ് COVID-19 വന്നപ്പോൾ ബിസിനസ്സുകളിൽ ഉണ്ടായ മാറ്റം. ആ മാറുന്ന സിറ്റുവേഷൻസിനനുസരിച്ച് ബിസിനസ്സും മാറാൻ വേണ്ടി ശ്രമിക്കണം. ഇത്രയൊക്കെയാണ് ബിസിനസ് റിസർച്ചിന്റെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ്, ഏരിയാസ് ഓഫ് റിസർച്ച് ആണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഏരിയാസ് ഓഫ് റിസർച്ച്. ഏരിയാസ് ഓഫ് റിസർച്ചിൽ 6 ഏരിയാസ് ആണുള്ളത്. 6 ഏരിയാസ്. ഫസ്റ്റ് വൺ, മാനേജ്മെന്റ് റിസർച്ച്. സെക്കൻഡ്, പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് റിസർച്ച്. തേർഡ് വൺ, ഫിനാൻസ് മാനേജ്മെന്റ് റിസർച്ച്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റിസർച്ച്. ഫോർത്ത് വൺ, പേഴ്സണൽ റിസർച്ച്. ഫിഫ്ത്ത് വൺ, അക്കൗണ്ടിംഗ് റിസർച്ച്. ആൻഡ് സിക്സ്ത്, മാർക്കറ്റിംഗ് റിസർച്ച്. അതിൽ ഒന്നാമത്തത് മാനേജ്മെന്റ് റിസർച്ച് ആണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഏതൊക്കെയാണ് മാനേജ്മെന്റിന്റെ 5 ഫങ്ഷൻസ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. ഈ ഫങ്ഷൻസിലൂടെയാണ്, ഈ ഫങ്ഷൻസ് എല്ലാമാണ് ഈ റിസർച്ചിൽ വരുന്നത്. മാനേജ്മെന്റ് റിസർച്ച് കവേഴ്സ് ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. വിച്ച് ആർ ദ ഫങ്ഷൻസ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. ദെൻ നെക്സ്റ്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റിസർച്ച്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് ഏറ്റവും അധികം അത്യാവശ്യമുള്ളത്, കമ്പനി നിലനിൽക്കണമെങ്കിൽ ഫിനാൻസ് ആണ്. ആ ഫിനാൻഷ്യൽ പോർഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഇതെല്ലാമാണ് ഇതിൽ കവർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ കവർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് പേഴ്സണൽ റിസർച്ച്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് ബിസിനസ്സിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് സ്വാഭാവികമായിട്ടും അവരുടെ പെർഫോമൻസിന്റെ ഇവാലുവേഷൻ, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ജോബ് അപ്രൈസൽ, അങ്ങനെയുള്ള മേഖലകളിൽ സാലറി, കമ്മീഷൻ, മൊറൽ, ആറ്റിറ്റ്യൂഡ്,
ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഏത് കവർ ചെയ്യുന്നത്? പേഴ്സണൽ റിസർച്ച് കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് റിസർച്ച്. ഇവിടെ മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ്, അതായത് ന്യൂ ടെക്നോളജീസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ്, അതുപോലെ തന്നെ റിഡ്യൂസ് ദ കോസ്റ്റ്, സ്റ്റാൻഡേർഡ് ഗുഡ്സ്, ഇതെല്ലാമാണ് ആ കാര്യങ്ങൾ, ക്വാളിറ്റി ഓഫ് ദ ഗുഡ്സ്, ഇതെല്ലാമാണ് എവിടെ കവർ ചെയ്യുന്നത്? മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ റിസർച്ചിൽ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് അക്കൗണ്ടിങ് റിസർച്ച്. അക്കൗണ്ടിങ് റിസർച്ച് എന്ന് പറഞ്ഞാൽ അറിയാം, അക്കൗണ്ടിങ് ഫീൽഡ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ കവർ ചെയ്യുന്നത്? അക്കൗണ്ടിങ് റിസർച്ചിൽ കവർ ചെയ്യുന്നത്. മാർക്കറ്റിംഗ് റിസർച്ച്. മാർക്കറ്റിംഗ് റിസർച്ചിൽ നമുക്ക് അത്യാവശ്യമുള്ള കൺസ്യൂമർ ബിഹേവിയർ, അതുപോലെ തന്നെ ടേസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ്, ചേഞ്ചബിൾ ഫാഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റിംഗ് റിസർച്ച്. അങ്ങനെ 6 ഏരിയാസ് ആണ് എന്തിനുള്ളത്? റിസർച്ചിനുള്ളത്. അപ്പോൾ ഏരിയാസ് ഓഫ് റിസർച്ച് 6: മാനേജ്മെന്റ് റിസർച്ച്, അക്കൗണ്ടിംഗ് റിസർച്ച്, മാനുഫാക്ചറിംഗ് റിസർച്ച്, മാർക്കറ്റിംഗ് റിസർച്ച്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റിസർച്ച്, പേഴ്സണൽ റിസർച്ച്. ഇത്രയൊക്കെയാണ് ഏരിയാസ് ഓഫ് റിസർച്ച്, ബിസിനസ് റിസർച്ച്. അടുത്ത ടോപ്പിക്, നെക്സ്റ്റ് ടോപ്പിക്കാണ് തിയറി. തിയറിയാണ് ബിസിനസ് റിസർച്ചിൽ നമ്മൾ ഏറ്റവും ആദ്യം തിയറിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ബിസിനസ്സിൽ റിസർച്ച് നടത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിൽ ഒന്നാണ് തിയറി. തിയറി എന്ന് പറയുന്നത് എക്സ്പ്ലനേഷൻ ഓഫ് ദ ഒബ്സർവ്ഡ് റെഗുലാരിറ്റി. റെഗുലറായിട്ട് ഒബ്സർവ് ചെയ്ത കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ആണ് തിയറി എന്ന് പറയുന്നത്. അതായത് എക്സ്പ്ലനേഷൻ ഓഫ് ഒബ്സർവ്ഡ് റെഗുലാരിറ്റി, റെഗുലറായിട്ട് ഒബ്സർവ് ചെയ്ത കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ. ആ തിയറിയെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 2 ആയിട്ടാണ്. 2 types of theories are there. First one is induction theory, then next deduction theory. ഇൻഡക്ഷൻ തിയറിയും ഡിഡക്ഷൻ തിയറിയും അതെന്താണ്? ആ ഇൻഡക്ഷൻ തിയറി എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, ഡിഡക്ഷൻ തിയറി എന്തിനെല്ലാം യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.